ആളുകളുടെ അതിർത്തിയാണോ എന്നൊക്കെ സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് ഇടതുപക്ഷത്തിന്റെയും ചില നേതാക്കൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല ആളുകളുടെ ഇത് സംസാരിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂരിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ട് 14 വയസ്സ് മുതൽ ഇപ്പോൾ 62 വയസ്സ് വരെ ഞാനൊരു സ്വയംസേനാണ്. നിലവിൽ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം എനിക്ക് അത്യാവശ്യം അംഗീകാരം കൂടി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം 3 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞതാണ്, നേരിട്ട് ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ആ ദിവസമാണ് ഇന്ന് കണ്ണൂർ കൃഷ്ണദാസിൻ്റെ മകളുടെ കല്യാണം. അതായത് അങ്ങോട്ടാണ്. അപ്പം നിലവിലിപ്പോൾ വന്ന വാർത്ത കൊണ്ട് ആശയക്കുഴപ്പം VSDP എല്ലാവരും വിളിക്കുകയാണ്. VSDPക്കാണെങ്കിൽ പ്രതിനിധി സഭ കൂടണം, പാർട്ടിയിലാണെങ്കിൽ നമുക്ക് സംസ്ഥാന കമ്മിറ്റി കൂടണം. നാളെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയാണ്. നമ്മുടെ ഇവിടെ 11 മണിക്ക് പ്രസ് ക്ലബ്ബ് ഹാള് വെച്ച് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി പാർട്ടിയുടെ അഭിപ്രായം പറയും. പക്ഷേ ഇങ്ങനെ ഒരു ഇത് വന്നത് ഞാൻ അവരുടെ ആളുകളുടെ അതിർത്തിയാണോ എന്നൊക്കെ സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് ഇടതുപക്ഷത്തിന്റെയും ചില നേതാക്കൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്ക് മറ്റൊന്നിലേക്ക് ചാടിപ്പോവാനുള്ള അതിർത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. രണ്ടാമത് മനസ്സുകൊണ്ട് 14 വയസ്സ് മുതൽ ഇപ്പോൾ 62 വയസ്സ് വരെ ഞാനൊരു സ്വയംസേനാണ്. ആ സ്വയംസേനത്വത്തിൽ തന്നെ ഞാൻ ഉറച്ച് ജീവിക്കുന്ന ആളാണ്. എന്നെപ്പോലെ ഒരാൾക്ക് അതിൽ ചെന്നെത്തിയാൽ നിൽക്കാൻ എത്ര ദിവസം കഴിയും എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ എല്ലാത്തിനും വ്യക്തമായ അഭിപ്രായം പറയുന്ന ആളാണ്. അതത് പറ്റൂലെന്നൊക്കെ ഉള്ള അറിയാം. രാഷ്ട്രീയ ബോധം എനിക്കുമുണ്ട്. പിന്നെ NDA സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളോട് കാണിക്കുന്ന സമീപനം ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 300ഓളം സീറ്റ് BDSന് കൊടുത്ത് അവർക്ക് ജയിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് 4 സീറ്റ് എന്നുള്ള 1 ജയിച്ചു. പുഞ്ചക്കരി കോർപ്പറേഷനിൽ ഒരു സീറ്റ് തന്നു. 2400 വോട്ട് BJPക്ക് ഉണ്ടെങ്കിൽ അവിടെ 1035 വോട്ടായിട്ട് കുറയണ എന്തിന്? വോട്ട് ഘടകകക്ഷികൾക്ക് ഇടാനുള്ള വൈമനസ്യം BJPക്ക് ഉണ്ട്. ആ വൈമനസ്യം എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ആകെ കോർപ്പറേഷനിൽ കിട്ടിയ ഒരു സീറ്റാണ്. ആ സീറ്റ് പോലും ഈ 1500 വോട്ട് എവിടെ പോയി? അതുപോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്നത് കാമരാജ് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്യാം ലേജു. പൂവച്ചൽ ജില്ലാ ഡിവിഷനിലാണ് അയാൾ മത്സരിച്ചത്. 10,000-അടുത്തുള്ള വോട്ടുകൾ പിടിച്ചു. പക്ഷേ BJPക്ക് 800 വോട്ട് 850 കിട്ടിയ വാർഡുകളിലും ഇയാൾക്ക് 400 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 400 കോൺഗ്രസിനാണ് കിട്ടിയത്. ആ സമീപനം ഒരു തിരുത്തണം, അതിൽ സംശയമില്ല. അത് പ്രധാനമായിട്ട് ഞാൻ NDAയുടെ മീറ്റിങ്ങിൽ, ഉടനെ കൂടുന്ന മീറ്റിങ്ങിലും അവതരിപ്പിച്ചിട്ടുണ്ട്, ഇപ്പം അവതരിപ്പിക്കും. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ എഴുതിയെടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അവർ ഇതാരോടും പറയാതെയാണ് ഇത് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല ആളുകളുടെ ഇത് സംസാരിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂരിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം VD സതീശൻ്റെ ഒട്ടത്ത് നമ്മുടെ VSDPയുടെ പ്രതിനിധി സഭയ്ക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ അത് ഔദ്യോഗിക ഹൗസിലാണെന്ന് തോന്നുന്നു. ഒരു 4 മാസം മുമ്പേ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പകരം തിരുവഞ്ചൂരിനെ വരാൻ പറഞ്ഞു. പക്ഷെ തിരുവഞ്ചൂർ വന്നെത്തിയില്ല. ഇങ്ങനെ അതിലെങ്ങനെ പിടിച്ചു നിൽക്കും? ഞാൻ പറഞ്ഞു അതിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് മാത്രമാണ് ഇതിൻ്റെ മൂലധനം. അപ്പോഴാണ് ഇന്ന് എന്നെ വിഷ്ണുപുരത്തിനെ ഇതിലെടുത്തു എന്നുള്ള വാർത്ത വന്നത്. അല്ല, ഞാൻ എന്നോട് ചോദിച്ച് സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കൾ ചോദിക്കുമല്ലോ, എങ്ങനെ നിങ്ങൾ നിൽക്കുന്നിടം എങ്ങനെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിന് അത്ര സുഖമല്ല എന്ന് തന്നെ പറയണത് ഇപ്പോഴും ഞാനത് പറയുന്നു, അത്ര സുഖമല്ല.